പ്രോബ്ലംസ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും സിറ്റുവേഷനാണ്. അടിപൊളി. നമ്മൾ പലപ്പോഴും പറയും എന്താണ് കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവും. അപ്പൊ ഇത് ബ്രെയിനിൽ കിടക്കാണ്, തലമുറയായിട്ട് കിടക്കാണ്. ഒരാളും പറഞ്ഞിട്ടില്ലടാ ഇതിന്റെ കൊക്ക് വലുതാക്കിയിട്ട് വലുത് കൊത്താൻ പറഞ്ഞില്ല. 3 സെൻസ്: ഓഡിറ്ററി സെൻസ്, കിനസ്തെറ്റിക് സെൻസ്, വിഷ്വൽ സെൻസ്. നമുക്ക് 3 പേർക്കും 3 സെൻസ് ആണെങ്കിലോ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പല കാര്യങ്ങളും പ്രവൃത്തി ചെയ്യുന്നത് ഇടതുകൊണ്ട് ചെയ്യാൻ പറയും. ഒരു ദിവസം ശ്രദ്ധയോടെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള എല്ലാം ഇടതുകൊണ്ട് ചെയ്യാൻ പറയും. 100 സ്റ്റെപ്പിന് മുകളിലേക്ക് നമുക്ക് മുകളിലാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ ആ 100 സ്റ്റെപ്പിന്റെ എത്രാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ ഞാൻ കാണുന്നത് മനുഷ്യനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു, ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ വന്ന് മനുഷ്യനെ അത്യാഗ്രഹിയാക്കിക്കൊണ്ടിരിക്കും. ആത്മീയപരമായ കാര്യങ്ങളെ കൂടുതൽ വിശ്വസിക്കുന്നവരും അവൻ്റെ റൈറ്റ് ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക. എല്ലാത്തിലും ഒരു ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ആരാധനാ രീതിയുണ്ട്. സ്പിരിച്വലിനെ കുറിച്ച് എല്ലാത്തിനും ജീവൻ എന്ന് പറയുമ്പോൾ കല്ല്, എല്ലാത്തിലും. എന്റെ ദൈവത്തെ എന്റെ DNA നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ DNA നോക്കിയാൽ അറിയാമോ എന്നുള്ളതാണ് ഡൗട്ട്. കണാകുണ എന്നൊക്കെ പറയുന്നൊരു എന്താണത്? കണം എന്ന് പറയുന്ന ഏറ്റവും ചെറുതും. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നമ്മൾ പറയില്ലേ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് വരുന്ന കുട്ടികളെ അടി കൊടുത്തിട്ട് റൈറ്റ് ഹാൻഡ് ആക്കുകയാണ്. അടി കൊടുത്തില്ലെങ്കിൽ പോലും അവരെ നമ്മൾ എഴുതിക്കുമ്പോൾ റൈറ്റ് ഹാൻഡിൽ എഴുതിക്കും. എന്റെ ലെഫ്റ്റ് ഹാൻഡ് നിനക്ക് ഒന്നിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ഇത് ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഇടത് ഭാഗം നമ്മൾ തളച്ചിട്ടിരിക്കുക. ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു, എനിക്ക് അനുഭവം ഉണ്ട്. ഇടത് ഭാഗം തളച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യത്തിലും ഇല്ല. ഭയങ്കര ഇതല്ലേ നമ്മൾ ചെയ്യുന്നതിൽ 100-ൽ ഒരു കൂടിപ്പോയാൽ ഒരു 10% കാര്യങ്ങൾ മാത്രമല്ലേ നമ്മളെ ഇടത് കൈ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? അത് ഇത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇടത് കൈ ചെയ്യാത്തപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബ്രെയിനിലും അതിൻ്റെതായ ഒരു പകുതി കട്ടാണ്. മാറ്റം വരുത്താൻ പറ്റുമോ? മാറ്റം വരുത്തുക എന്ന് പറഞ്ഞത് ഇപ്പോൾ കൂടുതൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പല കാര്യങ്ങളും പ്രവൃത്തി ചെയ്യുന്നത് ഇടതുകൊണ്ട് ചെയ്യാൻ പറയും. അറിയാതെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു, അപ്പൊ എനിക്ക് ഈ പറഞ്ഞ അനുഭവം ഉണ്ട്, എന്നെ റൈറ്റ് ഹാൻഡ് ആക്കിയതാണ്. അപ്പൊ ഞാൻ പക്ഷെ ഇപ്പോഴും എന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റിൽ എടുക്കും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ചില സമയത്ത് ആൾക്കാർ നോക്കി നിൽക്കും, പിന്നെ എന്താ ചെയ്യണം എന്ന് ചോദിക്കും. അപ്പോഴാണ് ഞാൻ പോലും ശ്രദ്ധിക്കുന്നത് ഞാൻ ലെഫ്റ്റ് കൊണ്ടാണ് ടൈപ്പ് ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ അറിയാതെ വരാറുണ്ട്. അതാണ് അതേപോലെയാണ് നമുക്ക് റൈറ്റ് വരുന്നത്. ഇപ്പൊ നിർബന്ധിച്ചെങ്കിലും റൈറ്റ് ബ്രെയിനെ കൊണ്ട് ടീച്ചർ ചെയ്യിപ്പിച്ചു, നമ്മൾ നിർബന്ധിച്ചും ചെയ്യിപ്പിക്കുന്നില്ല. അത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. ശ്രദ്ധ ഉണ്ടാവും, രണ്ടും ഒരു ബാലൻസ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധ ഉണ്ടാവും. നമ്മളിപ്പോ പുതിയ കാര്യങ്ങൾ, അതായത് നമുക്ക് ഈ നിമിഷം ഒരു ദിവസം ശ്രദ്ധയോടെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള എല്ലാം ഇടതുകൊണ്ട് ചെയ്യാൻ ചെയ്യണം. അങ്ങനെയുണ്ട്, മാറ്റം ഉണ്ടാവും അല്ലേ? വലത് കൈ പ്രാക്ടീസ് അല്ലേ, ഇത് നമ്മൾ ചെയ്തോളൂ. ഇടത് കൈ ഇല്ല. കുളിക്കുന്നതായാലും നമ്മൾ സോപ്പിടുന്നതായാലും പല്ല് തേക്കുന്നതായാലും എഴുതുന്നതായാലും നമ്മളിങ്ങനെ നോക്കി മെമ്മറി പവർ കൂടും. പരീക്ഷ നോക്കാവുന്നതാണ് അല്ലേ? നല്ലൊരു ടിപ്പായിരുന്നു. അതെ, ഒരു പ്രോബ്ലം വന്നു എന്ന് വയ്ക്കാം. സുഭാഷ് ബ്രോയുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു, അതൊരു സമസ്യയാണ്. എനിക്ക് എന്നൊരു ഉത്തരം കണ്ടുപിടിക്കണം എന്ന് തോന്നുന്നൊരു സംഭവം വരുമ്പോൾ എന്താണ് സുഭാഷ് ബ്രോ സാധാരണ ചെയ്യാറ്? പ്രോബ്ലംസ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും സിറ്റുവേഷനാണ്. അടിപൊളി. മനസ്സിലായില്ലേ? അത് പ്രോബ്ലംസ് അല്ല. നമ്മൾ പല അവസ്ഥകളെയും പ്രശ്നമായിട്ടാണ് കാണുന്നത്. ആ അവസ്ഥയിൽ ഒരു പ്രോബ്ലംസും ഉണ്ട്, ആ പ്രോബ്ലംസിന്റെ മേലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു സൊല്യൂഷനും ഉണ്ട്. ഓപ്പർച്യൂണിറ്റി അതാണ് കറക്റ്റ്. എല്ലാ പ്രോബ്ലംസിനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതാണ് അതിന്റെ മേലുള്ളത്. അപ്പൊ നമുക്ക് വരുന്ന ഒരു അതാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ദുഃഖങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞ ഏതാണ് നമ്മുടെ സ്മൃതി തലത്തിനകത്തേക്കൊക്കെ നമ്മൾ പ്രോബ്ലംസാ നോക്കുന്നത്. അതെ, എല്ലാ ബിസിനസ്സുകാരും ഈ പ്രോബ്ലംസ് തപ്പി പോണം, എന്നാലേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. കിട്ടും. 10ാം ക്ലാസ്സിലെ എക്സാം എന്ന് പറയുന്നത് ഒരു വർഷം മൊത്തവും പഠിച്ചത്, അതൊരു സിറ്റുവേഷനാണ്. അതെ, അത് പ്രോബ്ലംസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ +1 പോവില്ല. അതിനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്താൽ ക്ലിയർ ചെയ്യാന്ന് വിചാരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ഓപ്പർച്യൂണിറ്റി ആണ്. ഏത് വിഷയം ആയിക്കോട്ടെ, നമ്മളൊരു സിറ്റുവേഷനെ അത് പ്രോബ്ലംസ് ആയിട്ട് കണ്ടോട്ടെ, പ്രോബ്ലംസ് ആണെന്ന് വിചാരിച്ചോട്ടെ, അത് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കുള്ള അവസരം. ഒരു വിഷയത്തിന് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ
അത് പഠിച്ചെടുത്താൽ വീണ്ടും നമ്മൾ അതിനപ്പുറത്തേക്ക് പഠിക്കാനാണ് പോകുന്നത്. പഠിക്കാനാണ്. കറക്റ്റാണ്. ഇതാണ് അതിനകത്ത് വരുന്ന. അതുകൊണ്ട് പ്രോബ്ലംസ് എന്ന് ഉദ്ദേശിക്കുന്ന പലതും ഈ സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് കൂടുന്തോറും അതായത് സാധ്യതകൾ കൂടുന്തോറും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ലോജിക്? അതായത് ലോജിക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഒരു കാര്യത്തിൽ തന്നെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറയും. പക്ഷേ അതിലേക്കുള്ള വഴികൾ നിരവധി വഴികളുണ്ടാണ്. ഒരൊറ്റ ഓപ്ഷനായ കാര്യത്തിൽ, അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് എറണാകുളം നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരൊറ്റ വഴി മാത്രം അറിയാവുന്ന ഒരു വ്യക്തിക്ക് അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇവിടെ പെടും. അതേസമയം അതിന് നിരവധി വഴികൾ, അതാണ് എത്രമാത്രം ഓപ്ഷൻസ് ഉണ്ടോ, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ എത്രമാത്രം ഓപ്ഷൻസ് ഉണ്ടോ അത്രമാത്രം സാധ്യതകൾ കൂടും. ഇപ്പോൾ ഒരാൾക്ക് ആഗ്രഹമുണ്ട്, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നമ്മൾ പറയുന്ന ഒരാൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നാളെ ഇന്ത്യൻ പ്രസിഡന്റ് ആവണം. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അപ്പോൾ ആ ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് താങ്കൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും? ഈ നമ്മുടെ അതായത് നേരത്തെ തന്നെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രപഞ്ചത്തിന് ചെയ്യാൻ പറ്റുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ, ഇന്ത്യൻ പ്രസിഡന്റ് ആകാനാണെങ്കിൽ അതിന് തൊട്ട് പിറകിലുള്ള സ്റ്റെപ്പാണോ നമ്മൾ ചെന്ന് നിൽക്കുന്നെന്നുള്ളത് നോക്കണം. മനസ്സിലല്ലേ? അവിടെ ആണ് അതായത് ആ ഓരോ സ്റ്റെപ്പുകളിലേക്കും 10 അതായത് 100 സ്റ്റെപ്പിന് മുകളിലാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ ആ 100 സ്റ്റെപ്പിന്റെ എത്രാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ പോകുന്നത് ആ വഴിയാണോ എന്ന് അറിയാൻ പറ്റണം. ഇല്ലെങ്കിൽ അത് ഒരു വിദ്യാധാരണയാണ്, നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. എന്നാൽ അതിനുള്ള സാധ്യതകൾ വരുമ്പോൾ ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പം ഇത് ചോദിച്ച കാര്യത്തിൽ തന്നെ 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം ഫുൾ എന്താണ്, ഊർജമാണ്. എല്ലാം ഈ വെളിച്ചം, ശബ്ദം, നമ്മൾ ഈ കാണുന്ന പേന, ഗ്ലാസ് എല്ലാം സൂക്ഷ്മതലത്തിൽ എന്താണ്, ഊർജമാണ്. അപ്പൊ ആ നമ്മളെ ചിന്തിച്ചതും എന്താണ്, സൂക്ഷ്മമായ ഊർജമാണ്. നമ്മളൊരു പ്രധാനമന്ത്രി ആകണമെന്ന് ചിന്തിച്ചതും ആ ചിന്തകളുടെ കൂട്ടമായിട്ടുള്ളൊരു ആശയമാണ്. അപ്പൊ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് നിൽക്കുന്ന എന്താ, ഊർജമാണ്. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ ഞാൻ കാണുന്നത് മനുഷ്യനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു, ഇത്രയേ ഉള്ളൂ. അതിപ്പോ വന്ന് മനുഷ്യനെ അത്യാഗ്രഹിയായിക്കൊണ്ടിരിക്കുന്നു. ഈ അതിര് കടന്നല്ലെങ്കിൽ ഇവന്റെ ഇന്നത്തെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇന്നത്തെ ഇത് മാറിക്കൊണ്ട് മനുഷ്യനെ സ്വപ്നം കാണാനായിട്ടുള്ള ഒരു വലിയൊരു കാര്യമായിരുന്നു സത്യത്തിൽ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ. അവന്റെ പരിധിക്ക് അപ്പുറത്തേക്കും കൂടി അവന് ചിന്തിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും പറയില്ല, എന്താണ്, കൊക്കിനൊതുങ്ങുന്നതേ കൊത്താവും. അപ്പൊ ഇത് ബ്രെയിനിൽ കിടക്കുകയാണ്, തലമുറയായിട്ട് കിടക്കുകയാണ്. ഒരാളും പറഞ്ഞിട്ടില്ലടാ ഇതിന്റെ കൊക്ക് വലുതാക്കിയിട്ട് വലുത് കൊത്താൻ പറഞ്ഞില്ല. മനസ്സിലായില്ലേ? അപ്പൊ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താകുമ്പോ സ്വാഭാവികമായിട്ട് ഇവന്റെ കൊക്ക് എന്ന് പറയുന്നത് കുഞ്ഞാണ്. ഇവന്റെ ജീവിതത്തിന്റെ അളവുകളും ചിട്ടപ്പെടുത്തലുകളും അവന്റെ വീട്ടിൽ വരുന്ന വരുമാനവും എല്ലാം കൂടെ അതിനകത്ത് ഒരു കൊക്കാണ് ഇവന്റെ. ആ കൊക്കിനെ വലുതാക്കിയിട്ട് വലുത് കൊത്തെന്ന് വെച്ചാൽ സ്വപ്നങ്ങൾ. അതിനാണ് സ്വപ്നങ്ങൾ. ആദ്യം ഈ വലുതാവണം എന്ന് തോന്നണം, എന്നിട്ട് വലുതാക്കാൻ ശ്രമിക്കണം, അല്ലേ? അതെ. നമ്മളിപ്പം സമ്പന്നനാവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആ സമ്പന്നനെ പോലെ ആക്ട് ചെയ്യണമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്ത് അല്ലെങ്കിൽ അവനെ പോലെ ജീവിച്ച് തുടങ്ങി സമ്പന്നരായ പലരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിക്കുന്ന, നമ്മുടെ മനസ്സിന്റെ ശരീര നിയന്ത്രണ തലമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആക്ഷൻ, ഞാനൊരു ധനികനാണ്, അല്ലെങ്കിൽ ഞാനൊരു ആക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു എന്താണ് എന്നുള്ളത് നമ്മളെ ശരീരത്തെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ആക്കി എടുക്കുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫീലിങ്സിനകത്തും വ്യത്യാസം വരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ സ്മൃതിതലം ഇല്ലേ, ആ സ്മൃതിതലത്തിനകത്ത് വ്യത്യാസം വരും. ഇവന്റെ ബോഡി കൊള്ളാമല്ലോ, സ്വന്തമായിട്ട് തന്നെ പറയണ്ടേ, ഇവൻ ഒരു ആക്ടറെ പോലെയാണല്ലോ, അങ്ങനെ തന്നെ വിലയിരുത്തിയിട്ട് ഇവന് കൺഫ്യൂഷൻ ആവും. ഇവനെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമ്മളൊരു ടീം ഓഫ് വർക്കിന് ഇത് പറ്റുമെന്ന് അവർക്ക് മനസ്സിലാവും.
ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതിനു മുമ്പ് താങ്കൾ പറഞ്ഞിട്ടുണ്ട് സ്മൃതിതലം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രക്രിയയിൽ എന്ത് തീരുമാനം എടുക്കുന്നോ അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ആഗ്രഹിക്കുന്നതിന്റെ കാര്യം നടക്കുന്നതെന്ന് പറയും. പലരും ഇപ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് ആണ് കൂടുതൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് നടക്കും. പോസിറ്റീവ് ഇമോഷൻസ് ആണ് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് നടക്കും. അപ്പോൾ എന്നാൽ പോലും അതിന് നമുക്ക് കുഴിച്ചുകൂടാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവിനെ ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ നെഗറ്റീവിനെ ഓവർകം ചെയ്ത് പോസിറ്റീവിന് മുന്നോട്ട് വരാനായിട്ട് താങ്കൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മെത്തേഡോ അങ്ങനെ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു? പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ മനുഷ്യനും ഓക്സിജനും ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ളത് അല്ലെങ്കിൽ ഉപയോഗപ്രദമല്ലാത്തത് ഓക്സിജൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അല്ലാത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, നമ്മൾ തള്ളുകയാണ്, പുറത്തേക്ക് തള്ളുന്നതാണ്. എന്നാൽ ഇത് വൃക്ഷങ്ങൾ ഉപയോഗപ്രദമാണ്. അവർ പുറന്തള്ളുന്നതോ ഓക്സിജൻ ആണ്. ശരി. അപ്പം നമുക്ക് ഒരു വിഷയത്തെ, നമുക്ക് പോരായ്മയായിട്ട് കിടക്കുന്ന ഒരു വിഷയത്തെ മറ്റൊരു മാധ്യമത്തിലൂടെ കടത്തി വിട്ട് അതിനെ ഉപയോഗപ്രദമാക്കി എടുക്കാൻ പറ്റും. ഒരു ഉദാഹരണം, അതായത് ഒരു വൃക്ഷം, നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ആർക്ക്? വൃക്ഷത്തിന് ഓക്സിജനാണ്, അല്ല വൃക്ഷത്തിന് അത് പോസിറ്റീവാണ്. ആ പോസിറ്റീവിനെ എന്ത് ചെയ്യുക? അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് തിരിച്ചു വീട്ടിൽ നമ്മളാണ് അത് ഉപയോഗിക്കുന്നത്. പ്രപഞ്ചം അതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആണ്. ഇപ്പൊ ഉദാഹരണം, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ടീച്ചർ ചോദിച്ചൊരു കാര്യം വെച്ചാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വേദന, ആ നമ്മളിപ്പോ ഉണ്ടാകുന്ന വേദന, ഇപ്പൊ എനിക്ക് എപ്പോഴും ഒരു കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ വേദന ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്നുള്ളത്, ആ വേദനയെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുന്നെങ്കിൽ അവിടെ എനിക്ക് എന്തോ ഉപയോഗമുള്ളതുണ്ട്. വീണ്ടും ഓർക്കുന്നെങ്കിൽ അവിടെ എനിക്ക് ഉപയോഗമുള്ള എന്തോ ഞാൻ ക്ലിയർ ചെയ്യാനുണ്ട്, തീർച്ചയായും. പക്ഷെ നമ്മൾ നേരം എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കാനല്ല അങ്ങോട്ട് പോകുന്നത്, നമ്മൾ ഫീൽ ചെയ്യാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫീലിങ്സ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ശരിക്കും അത് ഫീൽ ചെയ്തോണ്ടാണല്ലേ. അല്ല, അവിടെയാണ് പറഞ്ഞത്. അതിന് നമ്മൾ ഇന്നിപ്പോ നമ്മൾ മസ്തിഷ്ക രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാത്തൊരാൾ ഇത്തരത്തിലൊരു ചർച്ച പോലും ആവശ്യമില്ല. നമുക്കത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറയാൻ പറ്റും. മനസ്സിലല്ലേ? അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്കത് ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ളൊരു വേദന ഉള്ള ആൾക്കാർ ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും അതിനെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നത്. ഉറപ്പായിട്ടും അതിനെ അങ്ങ് റിപ്പയർ ചെയ്താൽ മതി. ഞാനിപ്പോ ഞാൻ നേരത്തെ കിണറിന്റെ പണിക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസം ഞാൻ തന്നെ പണിയെടുക്കുന്നതായാലും നമുക്കൊരു മാസം ഒരു 30,000 രൂപ കൂടിയാൽ അതിനകത്ത് എത്ര കിണറ്റിലിറങ്ങണം, ഓരോ ദിവസവും എത്ര കിണറ്റിലിറങ്ങണം. ഇത് പറയണം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ക്ലാസ് ചെയ്തുകൊണ്ടും ഞാൻ ഈ പൈസ അല്ലെങ്കിൽ ഈ പൈസയേക്കാൾ കൂടുതൽ അളവിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഒപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ പൈസയ്ക്ക് ഞാൻ പൈസ ഒപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? എൻ്റെ ലൈഫിലെ പരാജയങ്ങളാണ് ഞാൻ സെയിലാകുന്നത്. എവിടെ നിന്നാണ് ഈ കിണർ പണിക്ക് ശേഷം എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ ഒരു മേഖല വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു ലെവലിലേക്ക് പോകണം എന്നൊരു ചിന്താഗതിയും അങ്ങനെ ഒരു കൺവേർഷനും വന്നപ്പോഴാണ്? അതെ, മെയിനായിട്ടെന്ന് പറയുന്നത് ഞാൻ ഈ 10ാം ക്ലാസ് എക്സാം എഴുതാനുള്ളൊരു ശ്രമം നടത്തിയായിരുന്നു. 8ാം ക്ലാസ് നിർത്തിയിട്ട് വീണ്ടും 26ാമത്തെ വയസ്സ്. ആ സമയത്ത് കിണർ പണി ഉണ്ടായിരുന്ന സമയത്താണ്. ആ സമയത്ത് റിങ്ങിന്റെ വർക്കുള്ള സമയം തന്നെയാണ്. അപ്പൊ അവിടെ തൊട്ടാണ് എനിക്ക് കുറച്ചൊന്ന് മാറണം. സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ വേണമല്ലോ. വായന ഉണ്ടായിരുന്നോ ആ സമയത്തൊക്കെ? അറിവുകൾ എങ്ങനെ നേടിക്കൊണ്ടിരുന്നത്? വായന ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു സൂക്ഷ്മമായിട്ടുള്ളൊരു അന്വേഷണം കുഴിച്ച് പോകും അല്ലേ? അത് നല്ല രസകരമായിട്ടാണ് പോകുന്നത്. അതതിൻ്റെ ഒരു ഇത്. നമ്മള് വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഈ കണാകുണ എന്നൊക്കെ പറയുന്നൊരു ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് വീണ്ടും ഇവിടെ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് സത്യത്തിൽ ആ വാക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. എന്താണത്? അതായത് കണം എന്ന് പറയുന്ന ഏറ്റവും ചെറുതും ഗുണം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അത് എനിക്ക് അർത്ഥം ഉണ്ടായിരുന്നു ഈ കണകുണയ്ക്ക്. അതായത് ഒരു വിഷയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായതും അതിന്റെ ഏറ്റവും വികസിതമായ രൂപത്തെ ചർച്ച ചെയ്യപ്പെടുന്ന 2 ഫിലോസഫികൾ കൂടിച്ചേർന്നതിനാണ് അങ്ങനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നിലുള്ളതും. കണാകുണ പറയരുതെന്ന് പറയുന്നത് 10 തവണ അത് പറഞ്ഞാൽ പോരെ? തെറ്റായ ഇതിനൊക്കെ ഇത്ര ലോജിക്കോട് കൂടിയാണോ അന്ന് കമാന്നുള്ളതിനും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് അല്ലേ? അതേപോലെ എനിക്ക് ഇതിനെ അല്ലെങ്കിൽ ഈ മലയാള വാക്കല്ലേ ഇത് രണ്ടും. കണം എന്ന് പറയുന്നതും
ഗുണം എന്ന് പറയുന്നതിനും തമിഴും കൂടിയാണ്. ഈ ഗുണം എന്താണ്? കുണം വരട്ടെ, നിനക്ക് കുണം. നമ്മുടെ കുണം നമ്മുടെ പണ്ട് തമിഴല്ലേ ഉണ്ടായിരുന്ന, തമിഴാണ് നമ്മളെ ഗുണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. ഗുണം എന്ന് പറയുന്ന കുണം, മനസ്സിലല്ലേ എന്ന് പറഞ്ഞ. അപ്പൊ ഇത് ഈ രണ്ട് കാര്യങ്ങളിൽ എവിടെയാണ് അത്ര മോശപ്പെട്ട ചീത്ത വരുന്നത്? അതെ അതെ സത്യം. ഇത് മലയാളമല്ലേ അല്ലേ, ഇതിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷും എടുത്ത് വെച്ച് പറയല്ലോ. കണം എന്ന് പറഞ്ഞാൽ എവിടെയാ തെറ്റ്? ഇപ്പൊ ഞാനിത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണം. അതായത് അതുകൊണ്ട് എനിക്ക് സീരിയസ്ലി എനിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഒരിക്കലും അവിടെ അപ്പൂപ്പൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു സാധനം ഞാൻ അതിൽ നിന്ന് വന്നതിന് ശേഷം ചിന്തിച്ചാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് എല്ലാത്തിൻ്റെയും സൂക്ഷ്മമായ കാര്യത്തെയും ആ സൂക്ഷ്മതയിൽ നിന്ന് ഏറ്റവും അതിൻ്റെ അതായത് ആത്മീയതയും ഭൗതികതയും തന്നെ ഞാൻ പലപ്പോഴും പറയുമ്പോൾ അത് പല വീഡിയോകളിലൊക്കെ വിഷയമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ രണ്ട് വാക്കുകൾ ഇപ്പോൾ ഈ ഒരു ഇത് എന്നെ കണ്ടിട്ട് ഈ വീഡിയോസ് കണ്ടിട്ട് പറയുമ്പോൾ എന്ത് മണ്ടത്തരം പറയണമെന്ന് പറയും. അപ്പൊ എവിടെ നിന്നാണ് അങ്ങനെ ഒരു കൺവേർഷൻ വന്നത്? എങ്ങനെയാ ഈ കിണർ പണിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് ജീവിതം മാറ്റിയെടുത്തത്? ജീവിതം അതായത് ഈ പല വ്യക്തികളും പല സിറ്റുവേഷനിലും അവരുടെ പ്രശ്നങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഈ സമയത്തും പണ്ടേ വിളിച്ച് സംസാരിക്കും. അവർ സഹായിയായിരുന്നു മറ്റുള്ളവർക്ക്. പ്രശ്നങ്ങൾ വിളിച്ച് പറയുമ്പോൾ ദുഃഖങ്ങളായാലും അവരുടെ സന്തോഷങ്ങളിലും ആഘോഷ പരിപാടികളിലും അവരെന്നെ വിളിക്കാൻ മറന്നുപോയാലും അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പെട്ടെന്ന് എന്നെ ഓർക്കും. ഇത് കൂടുതൽ എനിക്ക് നല്ലൊരു കേൾവിക്കാരനായിരുന്നു. അത് മാത്രമല്ലേ, ഇവർക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട് ഇത് കഴിയുമ്പോൾ. ഈ പ്രോബ്ലംസ് ക്ലിയർ ആവുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത സംതൃപ്തി ഉണ്ട്. അവരെ ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു ഇതുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന സാധാരണ ആളുകൾ സംസാരിക്കുന്ന പോലെയല്ല. അറിവ് നേടിയാൽ മാത്രം പോരല്ലോ, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് എല്ലാവർക്കും ഉണ്ടോ ഇല്ലേ, ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ ഏതൊരു വിഷയവും ആശയരൂപീകരണം നടത്തണം എന്നുള്ളതാണ്. അത് കുറച്ച് നമുക്ക് അതായത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്ന അല്ലാതെ ഇത് ചുമക്കുന്നില്ല ന്യൂറോൺസിലെ. അതായത് ഒന്നിനെ കണക്ട് ചെയ്ത് പിന്നെ ഒരു പക്ഷേ മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ആ ബുക്കിനെയും കൂടെ എനിക്ക് ഇവിടെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. മനസ്സിലല്ലേ? ആ പുസ്തകം എന്നെ വളരെ ആഴത്തിൽ എൻ്റെ ന്യൂറോൺസിനെ അനക്കിയ ബുക്കാണ് കേട്ടോ. വായിച്ചിട്ടുണ്ടോ ആ ബുക്ക്? എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് നമ്മുടെ ന്യൂറോൺ, നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ് മൈൻഡ് മാപ്പ്. താങ്കൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡാണല്ലോ ആത്മീയതയും ഭൗതികതയും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള പ്രോബ്ലം സോൾവിങ് ആയാലും അല്ലെങ്കിൽ ലൈഫിന്റെ മറ്റ് സിറ്റുവേഷൻസ് ആയാലും ഇതെങ്ങനെയാണ് നമ്മൾ അതിനുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? എങ്ങനെയാണ് അതുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നത്, ആത്മീയതയായിട്ടും ഭൗതികതയായിട്ടും? അല്ല, ഈ രണ്ടും എനിക്ക് ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ചിന്ത. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഈ ചോദ്യത്തിനുള്ള എൻ്റെ അന്വേഷണം മാത്രമാണ് എൻ്റെ ആത്മീയത. അതിന് ഞാൻ ഉത്തരം പറയുന്ന ആ സമയം അത് ഭൗതികതയായി. ഇത്രയുള്ള എനിക്ക് ഈ രണ്ട് കാര്യത്തിലും. അത് ശരി. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആത്മീയതയിൽ എനിക്ക് ആത്മീയതയുടെ വലിയ അറിവുകളിലേക്ക് പോകണ്ട, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ പഠിച്ചോളാം. ഇന്ന് എനിക്ക് നമുക്ക് സാധ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളിവിടെ കിടക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആത്മീയപരമായ കാര്യങ്ങളെ കൂടുതൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ്റെ നേരത്തെ സാർ മാഷ് ചോദിച്ച പോലെ തന്നെ റൈറ്റ് ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക. നമുക്ക് മനസ്സിലാകാത്തതെല്ലാം അൺലോജിക്കലാണ്. അവിടെ എന്ത് ചെയ്യും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് വിശ്വസിക്കപ്പെടും. അവിടെ അവൻ്റെ ലോജിക്കലി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യില്ല കൂടുതൽ ആത്മീയത കൂടുന്ന ഒരാളിന്. ഇനി ഭൗതികത മാത്രം ലോജിക്കലി മാത്രം കൂടുതലുള്ള ഒരാളിന് അവൻ്റെ ഭാവനയോ അവൻ്റെ സ്നേഹമോ അവൻ്റെ കരുണയോ ഇത്തരം കാര്യങ്ങളും വർക്ക് ചെയ്യില്ല. അല്ലാതെ ഇത് ഈ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് ബ്രെയിനിൽ എന്താ ഉള്ളത്? ലെഫ്റ്റ് ബ്രെയിനിൽ അനലൈസിങ്, ലോജിക്, മാത്തമാറ്റിക്സ്, ഇങ്ങനെ പറയുന്ന കണക്കുമായി ബന്ധപ്പെട്ട തുടർ ചിന്ത, അപകർത്തനപരമായ ചിന്ത, ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. റൈറ്റ് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഈ ഭാവന, ക്രിയേറ്റീവായിട്ടുള്ള അതിൽ മറ്റൊരു കാര്യം തരുമോ, ഇവർ പക്ഷേ സത്യത്തിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള. അതെ, അത് ആ വർക്കിംഗ് പലർക്കും നടക്കുന്നില്ല. പലരും പറയുന്നത് ഞാൻ ഒന്നെങ്കിൽ ടു ലോജിക്കൽ അല്ലെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവ്. രണ്ട് നമ്മൾ ഇവിടെ ഇത് പറയത്തില്ല, പൈസ ഉള്ളിടത്ത്
ക്രിയേറ്റീവ് കാര്യങ്ങൾ നടക്കില്ല. ക്രിയേറ്റീവ് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, കലാകാരന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, പൈസ ഉള്ളവർ വലിയ കലാകാരന്മാരല്ല എന്നൊക്കെ പറയുന്ന കുറേ ലോജിക്കുകൾ നമ്മുടെ ചുറ്റും കേൾക്കാറുണ്ട്, കുറെ മൊഴികൾ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഈ രണ്ടും കൂടി ചേർന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഭയങ്കര വിജയം നേടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ അതെങ്ങനെയാണ് വിജയം എന്ന് പറയുന്നത്? അവനായിരിക്കും യഥാർത്ഥത്തിൽ ബോധമുള്ളവൻ. റൈറ്റ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നത്. അതെ, അതൊരു വലിയ വിജയമാണ്. മനസ്സിലായില്ലേ? ആ ബോധമുള്ളവൻ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിനെയും കൂടി, അതായത് ഇപ്പൊ എനിക്ക് ഇന്നിപ്പോ ഒരു കരിക്ക് കുടിക്കണം, അതെനിക്ക് ഇന്നൊരു തെങ്ങിൻ തൈ നട്ട് ഇന്ന് എനിക്ക് കരിക്ക് കുടിക്കാം. പക്ഷെ എന്ത് ചെയ്യില്ല, ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കല്ല വരും. അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ഈ ഭാവന കൂടിപ്പോയി, കാലഘട്ടവും നമ്മൾ എടുക്കുന്ന പ്ലാനും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടുന്ന സമയവും ഇത്തരം കാൽക്കുലേഷൻ ഇല്ലാതെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും മുന്നോട്ട് പോവില്ല. കാരണം 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ അസംതൃപ്തിയാവും. അതായത് നമുക്കത് ചെയ്തിട്ട് കിട്ടുന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ച സാധനം കിട്ടുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ലെഫ്റ്റ് ബ്രെയിന് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ എന്തോന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്, ഇപ്പൊ 2 ദിവസം കൊണ്ട് ഞാൻ ഇപ്പൊ എങ്ങനെ തേങ്ങ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിന് അതിരുകളില്ല, എന്തിച്ചങ്ങ് പോവും. പക്ഷെ അതിനൊപ്പം ഇദ്ദേഹത്തിന് അതിന്റെ ടൈമും കാര്യങ്ങളും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്യും. അതെ, അറ്റൈനബിൾ ഗോൾസ് എന്ന് പറയാം അല്ലെ, നമുക്ക് സാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ് സാധിച്ച് അവസാനം വരെ കയറുക എന്നുള്ളതാണ്. അതെ അതെ അതെ. ഈ ചിന്തിച്ചു കൂട്ടി അല്ലെങ്കിൽ ആത്മീയമായി ചിന്തിച്ചു കൂട്ടി അതിലേക്ക് അങ്ങ് പോയി പിന്നെ അത് മാത്രമായിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് ശരിക്കും ഈ ഒരു റൈറ്റ് ബ്രെയിന് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്തവരല്ലേ? ഉപയോഗിക്കുന്നുണ്ടോ ലെഫ്റ്റ്? അവര് ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ലോജിക് ഉണ്ടാവും. അതിനകത്തൊരു ലോജിക് കണ്ടെത്തും. ഇപ്പൊ ഉദാഹരണം, നമ്മൾ 1 മീറ്ററിന്റെ ഒരു ടേപ്പ് എടുത്ത് അളക്കുന്നു, ഒരു തടി അളക്കുന്നു. ഞാൻ സാധാരണ ഉദാഹരണങ്ങൾ പറയുന്നു. അപ്പൊ ആ അളന്ന് അത് കട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, ഈ ടേപ്പ് എടുത്ത് മാറ്റിയതിനു ശേഷം ഇത് എന്തുണ്ട്, ഒരു മീറ്ററിന്റെ ആണ്, അത് വെച്ചിട്ടാണ് അളക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അളന്നതിന്റെ റിസൾട്ട് ഇട്ട് എടുത്തെടുത്തെടുത്ത പിന്നെ വേണം. അപ്പൊ പിന്നെ അതിന് വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ പീസിനും ചിലപ്പോൾ എവിടെയെങ്കിലും വ്യത്യാസം വരുമ്പോൾ അത് വ്യത്യാസം വരും. ഇതിൽ നമ്മളെ കുട്ടികളുടെ കളി കണ്ടില്ലേ, പിറകിൽ നിന്ന് ഒരാളൊരു കാര്യം പറയും, അവസാനം ഇങ്ങ് എത്തുമ്പോഴത്തേക്ക് വേറെ കാര്യം ആവുന്നത് പോലെ വരും. അവർക്ക് അതിൽ ചിന്തിക്കുമ്പോൾ അതനുസരിച്ച് അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പ്രപഞ്ചത്തിന്റെ അങ്ങ് ഏറ്റവും ഉള്ള കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും നാട്ടിലെടുത്തും സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിലേക്ക് ഞാൻ വരുമായിരുന്നു. എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കാര്യമാണത്. അതായത് ഈ പറയുന്ന ആശയങ്ങളും കാര്യങ്ങളൊക്കെ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഇന്ന് തുടങ്ങിയതല്ല എന്ന് ഉറപ്പാണ്, പണ്ട് മുതലേ ഇങ്ങനെ പറയുന്നുണ്ട്. ആ പറയുമ്പോഴൊക്കെ ആൾക്കാർ എങ്ങനെയായിരുന്നു, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും അവരൊക്കെ പറയില്ല, ഇയാൾ പറയണ ശരിയാണോ, അല്ല ഇവൻ പറയണ ശരിയാണോ, ഇവൻ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് മുന്നിൽ നിൽക്കുന്നവരുടെ ലാംഗ്വേജിലേക്ക് എനിക്ക് വിഷയം പറയാൻ അറിയാം. ഞാനത് അഹങ്കാരമായിട്ട് പറഞ്ഞല്ല, ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആൾക്കാരുടെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ മുന്നിൽ നിൽക്കുന്നവർ ഏത് റേഞ്ചാണ് അല്ലെങ്കിൽ ഏത് ചിന്തയാണ്. ഇപ്പൊ നേരത്തെ മാഷ് പറഞ്ഞ NLP എന്ന് പറയുന്ന അതിൽ പ്രധാനപ്പെട്ട 3 വിഷയമുണ്ടല്ലോ. അതാണ് 3 സെൻസ്: ഓഡിറ്ററി സെൻസ്, കിനസ്തെറ്റിക് സെൻസ്, വിഷ്വൽ സെൻസ്. നമുക്ക് 3 പേർക്കും 3 സെൻസ് ആണെങ്കിലോ? അതെ. അപ്പോൾ എനിക്ക് ഓഡിറ്ററി സെൻസ് ആണ് കൂടുതലുണ്ടെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് വിഷ്വൽ സെൻസ് ആയിരിക്കും കൂടുതലുള്ളത്. അദ്ദേഹത്തിന് ഞാൻ ആക്ഷനിലും അതിലൂടെ കാണിച്ചു കൊടുക്കുന്നതിലൂടെയാണ് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിനും അവിടെ നിന്ന് എനിക്ക് ഉദാഹരണങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ആകെ ഉള്ള എൻ്റെ സ്പിരിച്വൽ എന്ന് ഞാൻ പറയുന്നത്. പിന്നെ നേരത്തെ നമ്മളൊരു ആത്മീയതയുടെ ഒരു ദൈവവുമായി കണക്ട് ചെയ്താണ് പറയണമെങ്കിൽ, ഞാൻ ഈ മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാ സ്ഥലത്തും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയിലല്ല. അത് എൻ്റെ നേരത്തെ പറഞ്ഞത്, ഞാൻ തുടക്കം തന്നെ പറഞ്ഞതുപോലെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ജീവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, പണ്ട് മുതലേ ഉള്ള എനർജി ഉണ്ട്, എല്ലാത്തിലും ഒരു ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ആരാധനാ രീതിയുണ്ട്. സ്പിരിച്വലിനെ കുറിച്ച് പറയാം. എല്ലാത്തിലും ജീവൻ ഉണ്ടെന്ന് പറയുമ്പോൾ കല്ല്, എല്ലാത്തിലും ജീവൻ ഉള്ളത് കൊണ്ട് എല്ലാത്തിനും വിശ്വസിക്കുന്നു.
അവിടെ അത് ഗോത്രവർഗ സംസ്കാരമായിട്ട് ബന്ധപ്പെടുത്തിയാണോ അതെ. ആ വിശ്വാസം? അതെ. ഓക്കെ. അപ്പൊ അതിന് ഓക്കെ, അതെങ്ങനെയാ അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാ? ഇപ്പൊ ഞാൻ പറയണേ, ഇപ്പൊ കല്ലിന് ജീവനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്താണ് സുഭാഷിയുടെ അഭിപ്രായം? അതായത് നമ്മൾ ജീവൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന് മാത്രം, അല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾക്ക് മാത്രം എന്ന് പറയുമ്പോൾ മരങ്ങൾക്ക് ജീവനുണ്ടോ നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ. കാരണം അത് വളരുന്നുണ്ട്. കല്ലുകളും അങ്ങനെയാണ്. അത് വളരെ പൊടിയായിരുന്നു, അത് കൂടിച്ചേർന്ന് അതിന്റെ ഒരു ഫോമിലേക്ക് വന്നിട്ട് അത് മാറും. സൂര്യൻ, ഭൂമി മരിക്കും. ഇവിടെ കവികൾ എന്ത് ചെയ്തുകൊണ്ട് ചരമഗീതം വരെ എഴുതി കഴിഞ്ഞു. ഭൂമിക്ക് ഒരു ജീവനുള്ളതെല്ലാം മരിക്കും. അതായത് ഇതിന് മാറ്റം വരുമല്ലോ. അപ്പൊ ഈ പ്രോസസ്സിനാണ് എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. പ്രോസസ്. ഓക്കെ. അത് കുറച്ചുകൂടെ എനിക്കൊന്ന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരോ? എനിക്ക് എല്ലാത്തിനും ജീവനുണ്ടെന്ന് ചിന്തിക്കും. അത് ഇപ്പൊ കല്ലിനും ജീവനുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ജീവനുള്ളതൊക്കെ മരിക്കും എന്ന് പറയണം ഇല്ലേ? അത് മരിക്കും മീൻസ് അതിൽ നിന്ന് വേറെ ഇതായിട്ട് മാറുമല്ലോ. മരണമെന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം. കൺവേർഷൻ ഇപ്പൊ കല്ല് വേണമെങ്കിൽ വേറെ ഇതായിട്ട് മാറും. അതെ അതെ. പൊടിയാം. ഇതെല്ലാം ഒരു കാറ്റടിച്ചിട്ട് ഇപ്പൊ മഞ്ഞാണെങ്കിൽ മഞ്ഞെല്ലാം മഞ്ഞുമലയായി തീരും അല്ലേ? കടലുള്ള സ്ഥലത്ത് ചിലപ്പോൾ അത് ഇനി പർവ്വതങ്ങളായി മാറാം അല്ലേ? അതങ്ങനെയാണ് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നത്. മനസ്സിലായി. ഇത് അതിന്റെ മറ്റൊരു ബേസിക് എന്ന് പറയുന്നത് അത് ഈ ഒരു നമ്മൾ ആത്മീയത, ഞാൻ ഇപ്പൊ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഈ ആത്മീയത ചോദിക്കുമ്പോൾ എനിക്കത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ദൈവങ്ങളുടെ പേരിൽ അടിയില്ല. കാരണം ജീവനുള്ള എല്ലാത്തിനാണ്. ഇപ്പോൾ നിങ്ങളിൽ ജീവനുണ്ടേ, നിങ്ങളാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ ആരാധനയായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ പൂർവികരായിരിക്കും. അതിപ്പോൾ DNA നോക്കിയാൽ എൻ്റെ പൂർവികർ. എൻ്റെ ദൈവത്തെ എൻ്റെ DNA നോക്കിയാൽ അറിയാം. നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ DNA നോക്കിയാൽ അറിയാമോ എന്നുള്ളതാണ് ഡൗട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈജിപ്തിലായാലും ഈ മമ്മി, അതായത് അവർ എപ്പോഴും പൂർവികരെ എന്ത് ചെയ്യും, കഴിഞ്ഞുപോയ പൂർവികരെ അവരിപ്പോഴും പ്രിസർവ് ചെയ്യും. അവരെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അവരിലാണ് അവരെ ചൈതന്യം ഉള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നത് പോലെ ആണ് ഇന്ത്യയിലും നിരവധി ഗോത്രവർഗ്ഗക്കാരുണ്ട്. അപ്പോൾ ആ വിശ്വാസമാണ് എനിക്ക് കൂടുതൽ അഡിക്റ്റായത്, എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. എൻ്റെ കാരണം മറ്റൊരു കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ മത്സരമല്ല എൻ്റെ അച്ഛനാണ് നിൻ്റെ അച്ഛനെന്ന് പറയണ്ടേ. എൻ്റെ ദൈവമാണ് വലുത്, നിന്റെ ദൈവമാണ് വലുതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ മനുഷ്യർ തമ്മിൽ. ഇവിടെ ആ മത്സരമില്ല. ചിന്തിക്കേണ്ട പോലെ ആവശ്യമില്ല. അതെ അതെ. വേറെ അവകാശപ്പെടാൻ പറ്റുമോ? നമ്മുടെ എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോ എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല. ഞാൻ പറയൂ എൻ്റെ അച്ഛൻ നിങ്ങളുടെ അച്ഛനാണെന്ന് പറയൂ. ഇല്ല ഇല്ല, അങ്ങനെ പറയാൻ പോലും തോന്നില്ല. അപ്പൊ ഇവൻ എല്ലാം കൂടി ലാസ്റ്റ് എവിടെ ചെല്ലുന്നത്? പൂർവികരിലേക്ക് അവസാനം ചെല്ലുന്നത് ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് ചെല്ലുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോ ഒരേ ഒരു മതമുള്ളൂ, എല്ലാത്തിനും ഒന്നേ ഉള്ളൂ. അവിടെ കുറെ പ്രശ്നങ്ങളില്ല, അങ്ങനെയുള്ള സംഘർഷങ്ങളില്ല. അതായത് ഒരു ഗോത്രവർഗ്ഗക്കാരനായ എനിക്ക് മറ്റു മതങ്ങളെ നോക്കിക്കാണുന്ന ഫ്രഷ്നെസ് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ മാത്രമേ കാണൂ. ബാക്കി മതങ്ങളെ നോക്കിക്കാണാൻ വിശാലത ഉണ്ടാവില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. ഈ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിനിന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു, അത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. പിന്നെ ഒരു വളരെ സിമ്പിൾ ആയിട്ടാണല്ലേ നമ്മൾ ഇത്രയും കാലം അനുഭവിക്കാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങളല്ല, ഇങ്ങനെയൊന്നും അല്ല, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിങ്ങനെ ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണക്ഷൻസ് അങ്ങനെ ചെയ്താൽ മതി. ഈ ലളിതമാണ് സുന്ദരം താങ്കളുടെ കാര്യത്തിലെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അതായത് ലളിതം സുന്ദരം എന്ന് വെറുതെ പറയുന്നതല്ല, ലളിതം താങ്കളുടെ കാര്യത്തിൽ വളരെ സുന്ദരമാണ്. അത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന, ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഒരു ഇന്നസെൻസിലും ആ ഒരു രീതിയിലും പറയാനുള്ളൊരു, ഞാൻ പറയും നല്ലൊരു IQ ആയാലും EQ ആയാലും എല്ലാം ബാലൻസ്ഡ് ആണെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ വന്നതിനും താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സുഭാഷ് ജി.